ഹലോ എവ്രിബഡി, ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഉറക്കത്തിലേ ഫോണും കൊണ്ടുവച്ചിട്ട് അങ്ങനെ എണീക്കുവാണെന്ന്. അല്ല, ഞാൻ ഫോൺ സൈഡിൽ വെച്ചിരുന്നു. ബിക്കോസ് ടുഡേ എനിക്ക് ഈ ഒരു വ്ളോഗ് ഞാൻ എണീക്കുന്ന ടൈം എടുക്കണമെന്നുണ്ടായിരുന്നു. ഐ വോണ്ടഡ് ടു ഡു ദാറ്റ്. ടുഡേ ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ മൈ ഓഫീസ്. പിന്നെ എനിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് എൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളും അതിനുശേഷം ഞാൻ എൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, ഓൾസോ ഞാൻ നന്ദനയ്ക്ക് ഓണത്തിനായിട്ടൊരു, നന്ദന എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, പിന്നെ ഇഷാനിയുടെ ഫ്രണ്ടാണ്, എൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് ഇങ്ങനെ മേടിക്കാം എന്നൊക്കെ ആലോചിച്ചിരുന്നു. ബിക്കോസ് ഓണക്കോടി ഇപ്പോൾ ഓണം അടുത്ത് വരുവാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് അത് കൊടുക്കാം, ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട്. സോ ഐ തോട്ട് ഓഫ് ഗിഫ്റ്റിംഗ് ഇറ്റ് ടു ഹർ. സോ യാ, ഇനി ചെന്ന് ഒന്ന് ഷവർ ചെയ്യണം. ഷവർ ചെയ്തൊന്ന് ഫ്രഷ് ആവണം. പിന്നെന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ എണീച്ചപ്പോൾ നല്ല ലേറ്റായി കേട്ടോ. വൈദവേ, ഞാൻ എണീച്ചപ്പോൾ നല്ല രീതിക്ക് ലേറ്റായി. സോ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഡ്രസ്സ് ചെയ്യണം, കുളിച്ച് ഡ്രസ്സ് ചെയ്യണം. കുളിക്കുന്നതാണ് കേട്ടോ ടാസ്ക്. കുളിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുടിയൊക്കെ എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യുന്നത് വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. ബട്ട് ഐ ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് ഇന്ന് ക്ലൈം മീറ്റിംഗ് ഒക്കെ ഉണ്ട്, കുറച്ചധികം വർക്കും ഉണ്ട്. പിന്നെ ഇതൊക്കെ കസ്റ്റമേഴ്സ് ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, വി ആർ ഓപ്പൺ ഫോർ കസ്റ്റമേഴ്സ് ടു കം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കോൾ 24 hours പ്രയർ ടു യുവർ വിസിറ്റ് ആൻഡ് ദെൻ യു ക്യാൻ കം അറൗണ്ട് 3 to 5 PM ഇടയിൽ വരാൻ പറ്റും. ആ ടൈം മാത്രം നമ്മൾ അവൈലബിൾ. യു ക്യാൻ കം ആൻഡ് പർച്ചേസ് യുവർ തിങ്സ്. സോ താഴെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കൂടെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ഞാൻ താഴേക്ക് വന്നു. ഇന്നിവിടെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പൊതുവേ ദോശ ഫ്രഷായിട്ടല്ലാതെ ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ദേ ഒരു റോബസ്റ്റ പഴമൊക്കെ എടുത്തു. അത് വെച്ച് ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. എനിക്കിത് കഴിഞ്ഞതിന് ശേഷം ഐ ഹാവ് ടു ഗോ ഷവർ ഓൾസോ. ഇവിടെ ഫുള്ള് അലമ്പും ബഹളമൊക്കെയാണ് രാവിലെ ആകുമ്പോൾ. ഫുൾ സൗണ്ടും, ക്വൈറ്റ് ഇറിറ്റേറ്റിംഗ്. ബട്ട് യാ, അപ്പം ഇനി ചെല്ലണം, കുളിക്കണം, എന്നിട്ട് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകാൻ ആക്ച്വലി ടൈം ആയില്ല. ബട്ട് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോവാം. ഞാൻ പൊതുവേ ഉച്ച സമയത്താണ് പോകുന്നത്. ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ നോക്കി പോവാണ്. കാരണം ഇന്ന് കുറച്ചധികം വർക്ക് അവിടെ ചെയ്യാനുണ്ട്. സോ യാ, ഇനി നമുക്ക് കുളിച്ചതിന് ശേഷം കാണാം. ഓക്കെ, സോ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഐ വിൽ ഷോ യു മൈ വെരി ഫേവറേറ്റ് പ്രിപ്പറേഷൻ. സോ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് നമ്മുടെ റെക്സോണ ഡിയോഡ്രൻറ്റ്. വീട്ടിൽ ആരും ഒരാൾ മേടിച്ചപ്പോൾ ഐ ജസ്റ്റ് ട്രൈഡ് ഇറ്റ് ഓൺ ആൻഡ് ഐ ലവ്ഡ് ദ ഫ്രഷ്നെസ് ഇറ്റ് വാസ് ഗിവിങ്. സോ എനിക്ക് ബേസിക്കലി റെക്സോണ ഡിയോഡ്രൻറ്റിനകത്ത് ഇഷ്ടമുള്ളൊരു സംഭവം, ദേ ഹാവ് 72 hours ഓഡർ പ്രൊട്ടക്ഷൻ. അതായത് നമ്മുടെ ബോഡിയിൽ എന്ത് കൈൻഡ് ഓഫ് ഒരു ബാഡ് ഓർഡർ ഒരു ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്താലും ദേ ജസ്റ്റ് പ്രിവെൻറ്റ് ഇറ്റ്, ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ദേ പ്രിവെൻറ്റ് ഇറ്റ്. ബിക്കോസ് ഐ ആം സംബഡി ഹു ഗോസ് ടു ഓഫീസ് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ഐ ഗോ ആൻഡ് ഐ കം ബാക്ക് ഓൺലി അറൗണ്ട് ഒരു 10 o'clock. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്ക് ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു ഗോ മീറ്റ് മൈ ക്ലയൻറ്റ്. അപ്പോൾ ഐ ഹാവ് ടു സ്മെൽ ആൻഡ് സ്റ്റേ ഫ്രഷ് ദി എൻറ്റയർ ഡേ. സോ ഐ ചോസ് ടു ഗോ ഫോർ റെക്സോണ ബിക്കോസ് it has 0% alcohol in it. പിന്നെ dermatologically tested ആണ്. It's very much safe on your skin. It does not give any kind of irritation to your skin. പിന്നെ ഇത് നമുക്ക് ഒരു ദിവസം നമുക്കൊരു 3 to 4 times we can roll it on our underarms and വേണമെന്നുണ്ടെങ്കിൽ you can roll it on your like you know the pulse area. I do that കാരണം അത് it keeps my body fresh. I can like stay fresh the entire day. സോ എന്നെ പോലെ ഒരാൾ ഹൂസ് ഗോയിങ് ടു ദ ഓഫീസ്, അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ വീട്ടിൽ വന്നൊന്ന് ദേഹം കഴുകാനൊന്നും പറ്റാത്ത ഒരാൾക്ക് പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. എന്നും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും കുളിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. സോ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് ബോഡി വാഷും ചെയ്യാൻ പറ്റില്ല. സോ ഫോർ സംബഡി ലൈക്ക് മീ ഓർ ലൈക്ക് ഇഫ് യു ആർ സംബഡി ലൈക്ക് മീ ദെൻ യു ഷുഡ് ട്രൈ റെക്സോണ ഡിയോഡ്രന്റ്. ഇത് യൂസ് ചെയ്തിട്ട് യു കെൻ ജസ്റ്റ് വർക്ക് ആൻഡ് ഡു ഇറ്റ് സ്മെൽ ടെസ്റ്റ്. ബിക്കോസ് ഇപ്പോൾ എന്ത് സ്മെല്ലാണോ ഉള്ളത് ദറ്റ് എക്സാക്ട് സെയിം സ്മെല്ലായിരിക്കും നിങ്ങൾക്ക് ബൈ ദി എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബി സ്മെല്ലിംഗ് ദ സെയിം. കുളിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ പാട്ടും കേട്ട് കുളിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ഡിലേ ആയിപ്പോയി. സോ ഐ നീഡ് ടു റൺ. സോ സി യു ഓൾ ഇൻസൈഡ് മൈ ഓഫീസ്. എന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നു. എനിവേസ് ടാറ്റാ. ഇന്ന്
വാട്ട് ഹാപ്പൻസ് ഇൻ മൈ വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ആക്ച്വലി ദിയയുടെ വർക്ക് പ്ലേസിനകത്ത് ദിയ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്ളോഗ്. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം എല്ലാം കുത്തി കുത്തി കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് സീക്രട്സ് എല്ലാം വെളിയിൽ വരും, വിച്ച് ഐ കാൺ ലെറ്റ് ഔട്ട് സോറി. സോ യാ, ഞാൻ ഇന്ന് അത്യാവശ്യം എൻ്റെ ചില കാര്യങ്ങൾ, എൻ്റെ ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇച്ചിരി പണിയൊക്കെ ഉണ്ട് അവിടെ, കാരണം എൻ്റെ മറ്റേ നമുക്ക് പാക്കേജ് അയക്കാനുള്ളത്, അതായത് കൊറിയർ അയക്കാനുള്ള ഈ ബോക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൊക്കിയെടുക്കണം. അതെ, അമ്മ വന്നു. അതൊക്കെ പൊക്കിയെടുത്ത് കുറച്ച് ടയറിങ് വർക്കൊക്കെ ഇന്നുണ്ട്. പിന്നെ പാക്കിംഗ് ഉണ്ട്. അപ്പം നന്ദന ഓൾറെഡി അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് ഓഫീസിലോട്ട്. ഞാൻ പോവാണോ? അതെ. അയ്യോ ശരി, ടാറ്റ. അത് നന്ദനെ എടുത്ത് ചോദിക്കുക. എനിക്ക് കണ്ടെടുത്തോളം നന്ദന അവിടെ വളരെ ഹാപ്പിയാണ്. അയാൾക്ക് ആ ജോലി ഇഷ്ടമാണ് അയാൾ ചെയ്യുന്നത്. ഷീ ലൈക്സ് വാട്ട് ഷീ ഈസ് ഡൂയിങ്, അതുകൊണ്ട് ഷീ ഈസ് ഹാപ്പി ദർ. അല്ല, ഇത് പഴയ എൻ്റെ ഏതോ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ടിന് അമിത തന്നതാണ്. ഇത് പണ്ട് ധരിച്ച് എത്നിക് വീവ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫീസ് എത്തിയിട്ട് കാണാം. എനിക്കിന്ന് ഈവനിങ് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട്. സോ ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ പോകാൻ. ഓണത്തിൻ്റെ അന്ന് ഇടാനുള്ള വേറെ ബ്ലൗസിൻ്റെ കളർ വേണമെങ്കിൽ നീ ഇപ്പോൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. ഇന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഓക്കെ, ഓഫീസ് എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വേണ്ടി വന്നു. അത് വീട്ടിൽ വന്ന പാർസലായിരുന്നു. എൻ്റെ കുറച്ച് ജ്വല്ലറിയാണ്, ഓണത്തിന് വേണ്ടി വന്നതാ. ഇനി ഇത് ഫോട്ടോ ഒക്കെ ഇട്ട് ലോഞ്ച് ചെയ്യണം. സത്യം പറയാലോ, ഇറ്റ്സ് സോ ഹോട്ട് ഹിയർ. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ആയിക്കഴിഞ്ഞാൽ അൺബെയറബിളി ഹോട്ട്. ഐ എം സ്വെറ്റിംഗ്. എനിക്കാണെങ്കിൽ ഇന്ന് ഈവനിങ് ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. ഞാൻ ആലോചിക്കാം, വീട്ടിൽ നിന്ന് ഓഫീസ് വരെ വന്നപ്പോൾ തന്നെ ഞാൻ ഇത്രയും വിയർത്തു. ലൈക്ക് ഐ ആം സംബഡി ഹു സ്വെറ്റ്സ് എ ലോട്ട്. സോ യാ, ഇന്ന് മിക്കവാറും ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഹാവ് ടു ഫ്രഷൻ അപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ടപ്പോട്ടെ ഇറ്റ്സ് വെരി ഹെവി. താൻ വീഡിയോ കട്ട് ചെയ്തിട്ട് താൻ തന്നെ ഇതെടുത്തോ, എനിക്ക് വയ്യ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെ ഇന്നലെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച പാർസൽസ് ആണ്. ഇത് നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാനുള്ള ബോക്സസ് ഉണ്ടാക്കി വെച്ചേക്കാണ്. സോ ഐ ഹാവ് ടു ക്വിക്ലി ഡു സംതിങ്. ഷീസ് മൈ സീനിയർ ഫ്രം സ്കൂൾ. എൻ്റെ സീനിയർ മാത്രം പറയാൻ പറ്റില്ല, അമ്മുൻ്റെയും സീനിയറാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഷീസിലേക്ക് ഡാൻസിലൊക്കെ ഉള്ള നമ്മളെ മറ്റേ വലിയ ചേച്ചി, ആ ചേച്ചിയുടെ ഡാൻസിൽ കയറണം. അങ്ങനെ ഇതൊരു അങ്ങനത്തെ ബ്രോൺ ഷെയ്ഡാണ്, ബ്രോൺസ് ഗോൾഡാണ്. കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് നന്ദന വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കുറച്ച് മുമ്പ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അയാളിപ്പോൾ ഇല്ലാത്തൊരു ടൈമാണ്. അപ്പോൾ അയാൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരത്തേ ഉള്ളൂ. അപ്പോൾ അയാൾ വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. സോ ദാറ്റ് അയാൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പാക്കിങ് തീർക്കാൻ പറ്റും. ഞാൻ എന്തായാലും എനിക്ക് ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മണി ടൈമായി. സോ അങ്ങനെ കുറച്ച് കഠിന അധ്വാനമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേയായിട്ട് എനിക്കൊരു ഷോപ്പിങ്ങിനും പോകാനുണ്ട്. സോ 3 things that I can't do without in a day. It's like എനിക്കിപ്പോൾ പുറത്തോടെങ്കിലും പോകണമെങ്കിൽ എനിക്ക് ഇതില്ലാതെ പറ്റത്തില്ല. ലൈക്ക് വൺ ഇസ് റെക്സോണ ഡിയോഡ്രൻറ്റ്, ഞാൻ രാവിലെ തന്നെ മെൻഷൻ ചെയ്തായിരുന്നു. നെക്സ്റ്റ് ഇസ് മൈ സൺസ്ക്രീൻ. നെക്സ്റ്റ് ഇസ് ഇതിനകത്ത് ഫുൾ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് തന്നെയാണ്. സോ ലിപ്സ്റ്റിക് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഷെയ്ഡ്സ്. വൺ ലിപ്സ്റ്റിക്, സൺസ്ക്രീൻ ആൻഡ് റെക്സോണ ഡിയോഡ്രൻറ്റ്. ഇത് 3 പറ്റത്തില്ല. ആൻഡ് ഡിയോഡ്രൻറ്റ് ഞാൻ രാവിലെ അപ്ലൈ ചെയ്തത് ഇപ്പോഴും അതേപോലെ തന്നെ സ്മെൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ നമ്മുടെ എന്താ പറയുന്നത് പൾസ് ഏരിയ, യെസ് ഇവിടെ മാത്രം അങ്ങ് റോൾ ഓൺ ചെയ്ത് വെക്കുവാണ്. ബിക്കോസ് ഇവിടെ ഇറ്റ് സ്റ്റിൽ സ്മെൽസ് അമേസിങ്. സോ നെക്സ്റ്റ് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഞാൻ രാവിലെ കുറച്ച് അപ്ലൈ ചെയ്തായിരുന്നു, പക്ഷേ കഴുത്തിൽ ഞാൻ ഇടാൻ പറഞ്ഞു. ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ മൈ നെക്ക് ഏരിയ. വെളിയിൽ കാണണം, ഈവനിങ് ആയാലും ഇവിടെ 5 മണി ആയാലും ഭയങ്കര വെയിലാണ് ട്രിവാൻഡ്രത്ത്. ആൻഡ് ദെൻ ഐ അപ്ലൈ മൈ ലിപ്സ്റ്റിക്. Just like I mentioned, use
ദിസ് ഇസ് റൈറ്റ് ആഫ്റ്റർ യുവർ ഷവർ. ഞാൻ എത്ര സ്വെറ്റ് ചെയ്തിട്ടും ഐ എം സ്റ്റിൽ സ്മെല്ലിങ് സോ ഫ്രഷ്. എനിവേസ്, സോ ഇനി ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ തൊട്ടപ്പുറത്തൊരു കടയിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ. ബിക്കോസ് ഐ വെരി കോൺഫിഡൻറ്റ്, ഐ എം ലുക്കിംഗ് ഫ്രഷ്, സ്റ്റേയിങ് ഫ്രഷ്, സ്മെല്ലിങ് ഫ്രഷ്. സോ ഇതെന്താ പരിപാടി? നമുക്ക് അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി നമ്മളിപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തേക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അതായത് നമ്മുടെ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓണം ഗിഫ്റ്റ് എടുക്കാൻ. റെഡിയാണോ? അതെ, ലേറ്റ് ആകുമ്പോഴേക്ക് കുറെ കിട്ടണ വ്യൂവേഴ്സ് എന്നെ കൊന്ന് ലേറ്റ് ആയിട്ട് വന്നു കേട്ടോ. ഓ, ലേറ്റ് ആയിട്ടാണെങ്കിലും ആൾ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടാണ് കേട്ടോ വന്നത്. സോഫ്റ്റ് ഒന്നും കേട്ടോ, ഭയങ്കര റഫാണ് കേട്ടോ. കള്ളം പറയാലേ പട്ടി. വെളിച്ചത്തോട്ട് വാ, തന്നെ കാണാൻ പറ്റില്ല. വാ. ആ, കളർ എപ്പിടിയുമാ? അതല്ല, ഷാഡോ. ആ, കൊള്ളാം മൊത്തത്തില്. ശരി, അപ്പൊ നമുക്ക് റിലയൻസ് ട്രെൻഡ്സിലോട്ട് പോവാം അല്ലേ? എന്താണ് പരിപാടി? ഓക്കെ, സോ ഞാൻ കുളിച്ച് ഫ്രഷായി. ഇപ്പോഴും വെളിയിൽ ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇവിടെയൊക്കെ 5 മണിയായാലും ഇപ്പം നല്ല പന്ന വെയിലാണ് കേട്ടോ. സോ ഞാൻ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഇത് ട്രെൻഡ്സ് നിന്ന് ഒരു സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഓണം വരുമല്ലോ. സോ ഐ തോട്ട് ഫിഫ്റ്റിംഗ് അവർ പുള്ളിക്കാരി ഒന്ന് സർപ്രൈസ് ചെയ്യാനാണ് കേട്ടോ ഞാൻ പോകുന്നത്. സോ അത് മേടിച്ചിട്ട് കുറച്ചും കൂടെ ഈവനിങ് ആകുമ്പോഴത്തേക്കും നന്ദന അവിടെ വരും. അപ്പോൾ നന്ദനയ്ക്ക് കൊടുക്കും. സോ ലെറ്റ്സ് സീ ഹർ റിയാക്ഷൻ. ഐ എം പ്ലാനിങ് ഓൺ ഗെറ്റിംഗ് ഹർ എ സൽവാർ സെറ്റ്. സോ അകത്ത് പോയി നോക്കട്ടെ. ഓക്കെ, സോ ഇനി എനിക്കൊരു ക്ലയൻറ്റിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് വേറൊരു കാര്യം. അതിവിടെ ഉള്ളൊരു കഫേയിലാണ് പോകുന്നത്. അത് ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് അതൊക്കെ എൻ്റെ പേഴ്സണൽ ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. സോ അവിടെ പോകുന്നതിന് മുന്നേ ആയിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടത്. ബിക്കോസ് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ നന്ദന ഇത് കൊടുക്കാൻ, നന്ദന വീട്ടിലേക്ക് പോയിരിക്കുക. സോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഷോപ്പിങ്ങിന്റെ ഡിസ്ട്രാക്ഷൻ ഒന്ന് മാറിയല്ലേ സബ്ജക്റ്റ് ഒക്കെ. മീഡിയം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഇത്തിരി ലൂസായി കിടന്നാലേ കൊള്ളാം. ഇത് കുറവാണ്. ലെങ്തോ? അല്ല, പഫിനെസ് കുറവാണ്. ഇത് മതി. ലാർജ് മതി. കാണുന്ന നല്ല പൊക്കമുള്ള പെണ്ണുങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇവിടെ ഹൈറ്റ് എന്ന്. ഞാൻ സ്വയം എന്നെ ടോളായിട്ടാണ് കാണുന്നത്. അതൊരു തെറ്റല്ലേ? എനിക്ക് എന്തെങ്കിലും വേണോ? എനിക്കാ വേണമെങ്കിൽ എടുത്തോളൂ. പറയാം. Come here. Actually nice. Nice, no? Yeah. പെട്ടെന്ന് ആളൊരു സ്ട്രോങ് ആളായി പോയി. എന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് തന്നിട്ട് ആളങ്ങ് കാഷ്വലായി. നീയല്ലേ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു? അല്ല, അപ്പൊ ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ലേ? ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യാം. ഞാൻ പ്രേമിക്കാതിന്. ഓക്കെ, ആൻഡ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓഫീസിലോട്ട് എത്തി. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. എനിക്ക് കൊടുത്തതിന് ശേഷം വേണം എനിക്കിനി ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകാൻ. താങ്ക്സ് ടു Rexona deodorant, I am still staying super fresh. I can like smell myself. It's awesome. You guys should try it. നീ വെച്ചോ നീ. ശരി ശരി, ഇങ്ങനെയൊക്കെ ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ അത് അയാൾ നോക്കിയൊക്കെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അയാൾ എന്താണെന്ന് വെച്ചൊക്കെ നോക്കട്ടെ. നമുക്കപ്പോൾ വ്ലോഗ് എൻഡ് ചെയ്യുമ്പോൾ കാണാം. സോ ഇറ്റ് ഹാസ് ബിൻ എ വെരി സൂപ്പർ ടയറിങ് ഡേ. ഭയങ്കര ബിസി ഡേ ആയിരുന്നു. ബട്ട്
so like, I'm really grateful and thankful to my office space where I can shower and I have all the goodies that I need to keep myself fresh all day long, thanks to Rexona again. സോ അപ്പം ഞാൻ ഇപ്പം എൻ്റെ ക്ലയൻറ്റ് കോൾ വന്നായിരുന്നു കുറച്ച് മുന്നേ. ഞാൻ ഇപ്പം ഇച്ചിരി ഡിലേ അടിച്ചു, കാരണം ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ അവിടെ എത്താൻ ഒരു 1 hour കൂടെ ഡിലേ ആകും എന്ന് പറഞ്ഞു. അപ്പം ഞാനും പിന്നെ അങ്ങ് ഓഫീസിൽ തന്നെ അങ്ങ് മടിച്ച് ഇവിടെ ഇരുന്നു. സോ ഇപ്പോൾ ടൈമായി പുള്ളിക്കാരൻ മീറ്റ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. സോ എൻ്റെ ഓഫീസിനകത്ത് നടക്കുന്ന ചില എൻ്റെ ബോക്സ് ഉണ്ടാക്കലും ബോക്സിനകത്ത് എൻ്റെ കാർഡ് വെക്കുന്ന പരിപാടികളും അങ്ങനത്തെ ചില കുറച്ച് ഹെക്ടിക് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കുറച്ച് ടൈം ലാപ്സ് ഇതായിട്ട് നിങ്ങൾ കണ്ടത്. So if you all like my short vlog, do like, share and subscribe my channel. Soon I'll be coming out with new interesting vlogs. Till then, see you all. Bye.